Hi all, in this class we are going to discuss cultural materialism. Okay, cultural materialism or new criticism. അപ്പോൾ കൾച്ചറൽ മെറ്റീരിയലിസം എടുക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് ന്യൂ ഹിസ്റ്റോറിസിസം എന്താണെന്ന് അറിയണം. അതിനുശേഷം കൾച്ചറൽ മെറ്റീരിയലിസത്തിലേക്ക് പോകാം കേട്ടോ. ഓക്കെ, സോ ന്യൂ ഹിസ്റ്റോറിസിസം, the term to refer a reading practice which takes the historical cultural context of a text in connection with the production of its meaning. ആൻഡ് അപ്പം ഈ ന്യൂ ഹിസ്റ്റോറിസം എന്ന് പറയുന്നത് ഈ ഒരു വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റീഫൻ ഗ്രീൻബ്ലാറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ 1980 പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന റിനൈസൻസ് സെൽഫ് ഫാഷനിങ് ഫ്രം മോർ ടു ഷേക്സ്പിയർ എന്ന് പറയുന്ന വർക്കിലാണ് ഈ ഒരു ടേം അദ്ദേഹം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? റെഫേഴ്സ് ടു റീഡിംഗ് പ്രാക്ടീസ്. ഓക്കെ, റീഡിംഗ് പ്രാക്ടീസ് ആണ് ആൻഡ് വിച്ച് ടേക്ക് ഹിസ്റ്റോറിക്കൽ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഓഫ് ടെക്സ്റ്റ് ഇൻ കണക്ഷൻ വിത്ത് ദി പ്രൊഡക്ഷൻ ഓഫ് ഇറ്റ്സ് മീനിങ്. അതായത് ഒരു ടെക്സ്റ്റിൻ്റെ മീനിങ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ മീനിങ്ങും അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കൾച്ചറലായിട്ടുള്ള കോണ്ടെക്സ്റ്റും തമ്മിലുള്ള കണക്ഷനെ കൂടിയാണ് ഇതിലൂടെ ന്യൂ ഹിസ്റ്റോറിസത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സച്ച് റീഡിംഗ് സ്ട്രാറ്റജി ഈസ് ഇവോൾവ്ഡ് ആസ് എ റിയാക്ഷൻ ടു ദി റിജക്ഷൻ ഓഫ് ഹിസ്റ്ററി ഇൻ ദി ക്ലോസ് റീഡിംഗ് ഓഫ് ന്യൂ ക്രിറ്റിസിസം ആൻഡ് ഡീകൺസ്ട്രക്ഷൻ. സോ ഈ ഒരു ന്യൂ ഹിസ്റ്റോറിസം പോലുള്ള റീഡിംഗ് പ്രാക്ടീസ് എന്തിനെ കൂടിയാണ് കാണിക്കുന്നത്? റിയാക്ഷൻ ഓഫ് ഹിസ്റ്ററി ഇൻ ദി ക്ലോസ് റീഡിംഗ് ഓഫ് ന്യൂ ക്രിറ്റിസിസം ആൻഡ് ഡീകൺസ്ട്രക്ഷൻ. ഓക്കെ, അപ്പം അതിനെ കൂടി ഒരു റിജക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ അതിനെതിരുള്ളൊരു റിയാക്ഷൻ ആയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ന്യൂ ഹിസ്റ്റോറിസത്തെ കണക്കാക്കാം. ആൻഡ് ലൂയിസ് മൺറോസ് ഡിഫൈൻസ് ന്യൂ ക്രിറ്റിസിസം ആസ് എ reciprocal concern with the historicity of text and the textuality of history. അതായത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെ ടെക്സ്റ്റുവാലിറ്റി ഉണ്ടല്ലോ, ആ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അതിനെ ആണ് അല്ലെങ്കിൽ ഹിസ്റ്റോറിസിറ്റീനെയാണ് ഇവിടെ കാണിക്കുന്നത്, ന്യൂ ഹിസ്റ്റോറിസത്തിൽ കാണിക്കുന്നത്. ഓക്കെ, സോ എംഫസൈസിങ് ദ റോൾ ഓഫ് ലിറ്ററേച്ചർ ആസ് എ ഹിസ്റ്റോറിക്കലി സിറ്റുവേറ്റഡ് ഒബ്ജക്റ്റ് ആൻഡ് ഹിസ്റ്ററി ആസ് എ ലിംഗ്വിസ്റ്റിക് കൺസ്ട്രക്റ്റ്. അപ്പോൾ ഇവിടെ വരുന്നത് ലാംഗ്വേജ് കൺസ്ട്രക്ഷനാണ്, ലാംഗ്വേജ് സ്ട്രക്ചറിനെ കുറിച്ചാണ്. ആൻഡ് ഇറ്റ് എംഫസൈസ് ദ റോൾ ഓഫ് ലിറ്ററേച്ചർ ആസ് എ ഹിസ്റ്റോറിക്കലി സിറ്റുവേറ്റഡ് ഒബ്ജക്റ്റ്. അതായത് ഈ ഒരു ലിംഗ്വിസ്റ്റിക് കൺസ്ട്രക്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ടെക്സ്റ്റുവാലിറ്റിയിൽ ലിറ്ററേച്ചറിൻ്റെ റോൾ എന്താണെന്നുള്ളതും കൂടി എവിടെ കാണിക്കുന്നുണ്ട്? ന്യൂ ഹിസ്റ്റോറിസത്തിൽ കാണിക്കുന്നുണ്ട്. അതായത് ദ റോൾ ഓഫ് ലിറ്ററേച്ചർ ആസ് എ ഹിസ്റ്റോറിക്കലി സിറ്റുവേറ്റഡ് ഒബ്ജക്റ്റ് ആൻഡ് ഹിസ്റ്ററി ആസ് എ ലിംഗ്വിസ്റ്റിക് കൺസെപ്റ്റ്. അപ്പോൾ ലിറ്ററേച്ചർ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 14th സെഞ്ച്വറി മുതൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് അല്ലേ. ചോസർ മുതൽ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ലിറ്റററി പീസസ് കിട്ടിയിട്ടുള്ളത് എവിടെ നിന്നാണ്? ചോസറിൻ്റെ കാലഘട്ടം മുതലാണ്. സോ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ആസ് എ ഹിസ്റ്ററി ആയിട്ട് പിന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള റെഫറൻസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ന്യൂ ഹിസ്റ്റോറിസിസം ഈസ് ഇൻഫ്ലുവൻസ്ഡ് ലൈക്ക് മോസ്റ്റ് അതർ തിയററ്റിക്കൽ അപ്രോച്ചസ് ബൈ സം സെമിനൽ ഫിലോസഫീസ് of the late 19th and 20th centuries. So Friedrich Nietzsche's On the Uses and Disadvantages of History of Life laid the foundation to a new kind of historicism that calls its own assumptions into questions and thereby rejected the dominant modes of historiography. ഫ്രെഡറിക് നീഷേനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ലേ? അദ്ദേഹം വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലോസഫറാണ്. അപ്പോൾ ഈ ഒരു ന്യൂ ഹിസ്റ്റോറിസം എന്ന് പറയുന്ന ഒരു തിയറി ഏറ്റവും കൂടുതൽ 20th and 19th സെഞ്ച്വറിയിലാണ് ഈ ഒരു തിയററ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഫിലോസഫീസിനെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായത്. സോ അതിൽ മേജറായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ഫ്രെഡറിക് നീഷെ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് ഉണ്ട്, ഓൺ ദ യൂസസ് എന്ന് പറയുന്ന വർക്ക്. ഓക്കെ, ഓൺ ദ യൂസസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഹിസ്റ്ററി ഫോർ ലൈഫ് എന്ന് പറയുന്നൊരു വർക്ക് ഉണ്ട്. സോ ഇതിലാണ്
ഈ ന്യൂ ഹിസ്റ്റോറിസിസം അല്ലെങ്കിൽ ഹിസ്റ്റോറിസിസം എന്ന് പറയുന്ന ആ ഒരു തിയറിക്ക് കുറച്ചും കൂടി ഒരു പവർ അല്ലെങ്കിൽ ഇതിലൂടെയാണ് അല്ലെങ്കിൽ ഈ ഒരു വർക്കിലൂടെയാണ് അദ്ദേഹം അത് വ്യക്തമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹിസ്റ്റോറിസിസത്തിൻ്റെയും അതിൻ്റെ അസംഷൻസിനെ കുറിച്ചൊക്കെ പിന്നെ ഒരു ഫൗണ്ടേഷൻ കൊടുക്കുന്ന ഈ ഒരു വർക്കിലൂടെയാണ്. Accordingly, new historicism seeks for within the cultural system the general patterns of conventions, codes and modes of thinking that invest an event, an act, an item with multiple layers of meaning. അപ്പോൾ നമ്മൾ ഈ കൾച്ചറൽ മെറ്റീരിയലിസത്തിലേക്ക് എങ്ങനെയാണ് ഈ ഒരു ന്യൂ ഹിസ്റ്റോറിസിസം കണക്റ്റ് ആവണതെന്നറിയോ? കൾച്ചറൽ മെറ്റീരിയലിസം എന്ന് പറയുമ്പം ഡെഫിനറ്റ്ലി അതെന്താണ്, കൾച്ചറിനെ കുറിച്ചുള്ള സ്റ്റഡീസ് അതിൽ ഒബ്വിയസ്ലി വരും. ഓക്കെ, ലാംഗ്വേജ് കൾച്ചറിനെ കുറിച്ച് വരും, ടെക്സ്റ്റിൻ്റെ ടെക്സ്റ്റുവാലിറ്റി വരും, അതുപോലെ നമ്മൾ കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന പേപ്പറിലുള്ള കുറച്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു കൾച്ചർ റിലേറ്റഡ് ആയിട്ട് വരും. അപ്പോൾ ന്യൂ ഹിസ്റ്റോറിസിസം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് സീക്സ് ഫോർ വിത്തിൻ എ കൾച്ചറൽ സിസ്റ്റം. ഒരു കൾച്ചറൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു കൾച്ചറൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് അവിടെ വേണമെങ്കിൽ നമ്മുടെ സൊസൈറ്റി, ഓക്കെ, നമ്മുടെ സൊസൈറ്റീനെ എടുത്തോളൂ. അപ്പോൾ അതിലെ എന്തിനെക്കുറിച്ചാണ്? സീക്സ് വിത്തിൻ ദി കൾച്ചറൽ സിസ്റ്റം ദ ജനറൽ പാറ്റേൺസ് ഓഫ് കൺവെൻഷൻസ്, അതായത് നമ്മുടെ സൊസൈറ്റീൻ്റെ ഒരു സ്ട്രക്ചർ, ഒരു ജനറൽ പാറ്റേൺ, അതുപോലെ അതിൻ്റെ കോഡ്സ്, അതിൽ വരുന്ന മോഡ്സ് ആൻഡ് അതിൽ വരുന്ന തിങ്കിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് മീനിങ്, അതായത് മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് മീനിങ് വരുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഈ ഒരു ന്യൂ ഹിസ്റ്റോറിസിസത്തിലൂടെ നമ്മൾ പഠിക്കുക. അതിൽ നമ്മുടെ കൾച്ചർ വരും, ടെക്സ്റ്റുവാലിറ്റി വരും, പിന്നെ ലിറ്ററേച്ചർ വരും, എല്ലാം വരും. അപ്പം ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ എന്താണ്? ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ പാസ്റ്റിനെ കുറിച്ച് പഠിക്കുകയാണ് അല്ലേ. ഇപ്പം നമ്മൾ ലിറ്ററേച്ചറിൽ എന്തൊക്കെ പഠിക്കുന്നുണ്ട്? ലിറ്ററേച്ചറിൽ നമ്മൾ കണ്ടംപററി, ഇപ്പം 14th സെഞ്ച്വറി മുതലുള്ള ലിറ്ററേച്ചർ മുതൽ ഈ കണ്ടംപററി ലിറ്ററേച്ചർ വരെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി കൾച്ചർ സ്റ്റഡീസ് ആണെങ്കിലും ആൻഡ് അതുപോലെ ലിംഗ്വിസ്റ്റിക്സ് ആണെങ്കിലും എല്ലാത്തിലും നമ്മൾ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്നാണ് തുടങ്ങുന്നത്. പഴയ കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഇതുവരെ കണ്ടംപററി ലിറ്ററേച്ചർ വരെ നമ്മൾ പഠിക്കുന്നത്. സോ ഒരു കൾച്ചറൽ സിസ്റ്റത്തിലുള്ള എല്ലാ ജനറൽ പാറ്റേൺസും അതിൻ്റെ മോഡ്സും അതുപോലെ തന്നെ കോഡ്സ് എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൺവെൻഷൻസ് ഒക്കെ നമ്മൾ ലെയേഴ്സായിട്ട് പഠിച്ച് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ന്യൂ ഹിസ്റ്റോറിസിസത്തിൽ എങ്ങനെയാണ് ഈ മീനിങ്സ് എല്ലാം കിടക്കുന്നത്? ലെയേഴ്സ് ആയിട്ടാണ്. ഓക്കെ, ഓരോ എലമെൻറ്റ്സും ഓരോ ലെയേഴ്സ് ഓഫ് മീനിങ് ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, ആൻഡ് മിഖായിൽ Foucault's version of post-structuralism designate that there is a relationship between knowledge and power that shows how this relationship operates within discourse and discursive formation. Then post-structuralism പഠിച്ചപ്പോൾ നമ്മൾ ഫൂക്കോയുടെ തിയറീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, നോളജ്, പവർ, ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ പറയുന്നുണ്ട് post-structuralism designate that there is a relationship between knowledge and power, okay, and shows how this relationship operates within discourse and discursive formation. അപ്പോൾ എന്താണ് നോളജ് അല്ലെങ്കിൽ എന്താണ് പവർ ആൻഡ് ഇതിന് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, ഇത് രണ്ടും എങ്ങനെയാണ് ഡിസ്കോഴ്സ് ഉണ്ടാക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദി ആർഗ്യുമെൻറ്റ് ദാറ്റ് ഓൾ ഡിസ്കോഴ്സസ് ആർ ഇൻവോൾവ്ഡ് ഇൻ പവർ ഫോംസ് ഫൗണ്ടേഷണൽ ആക്സിയം ഓഫ് ന്യൂ ഹിസ്റ്റോറിസിസം. അപ്പോൾ പവറിൻ്റെ കാര്യം നമ്മൾ പഠിച്ചപ്പം നമ്മൾ റിലീജിയൻ പഠിച്ചു, അതുപോലെ ഫിസീഷ്യൻ്റെ കാര്യം എക്സാമ്പിളായിട്ട് പഠിച്ചു. ഓർമ്മയില്ലാത്തവർ ജസ്റ്റ് ആ ഓഡിയോ ഒന്നുകൂടി കേട്ട് നോക്കുക കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കുക. അപ്പം ഇങ്ങനെ പെട്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ലെക്ചർ നോട്ടൊക്കെ എഴുതാൻ പറയുന്നത്. സോ നിങ്ങൾ ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല, എനിവേ ചെയ്താൽ നിങ്ങൾക്ക് അത്രയും ഗുണമാവും. ആൻഡ് ഓക്കെ, എനിവേ ഈ പവറിൻ്റെ ഫോംസ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ പവർ ഫോംസ് എന്താണ്? ഇത് ആക്ച്വലി എന്താണ്? ന്യൂ ഹിസ്റ്റോറിസിസത്തിനുള്ള ഒരു ഫൗണ്ടേഷനാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, Foucault's critique of textuality for reducing the political and economic forces and ideological and social control to aspect of signifying processes demands a reconsideration of what is deemed normal. അപ്പോൾ ഫൂക്കോയുടെ ടെക്സ്റ്റുവാലിറ്റി എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഫോർ റെഡ്യൂസിങ് ദ പൊളിറ്റിക്കൽ ഇക്കണോമിക് ഫോഴ്സസ്, പൊളിറ്റിക്കലായിട്ടുള്ള ഇക്കണോമിക് ഫോഴ്സസിനെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐഡിയോളജിക്കൽ ആൻഡ് സോഷ്യൽ കൺട്രോൾ ആസ്പെക്റ്റ് ഓഫ് സിഗ്നിഫയിങ് പ്രോസസ്സസ് ഡിമാൻഡിങ് കൺസിഡറേഷൻ വാട്ട് ഈസ് ഡീംഡ് നോർമൽ. അതായത് നമ്മൾ നോർമലായിട്ട് കാണുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ നോർമലാണ് എന്ന് കൺസിഡർ ചെയ്യുന്ന പല കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട്, ഡിമാൻഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ന്യൂ ഹിസ്റ്റോറിസിസത്തിൽ വരുന്നത് തന്നെയാണ് ഫൂക്കോയുടെ നോളേജ് പവർ ഡിസ്കോഴ്സ് എന്ന് പറയുന്ന 3 തിയറീസ് കേട്ടോ. അത് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്ത് വെക്കുക. ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. അത് രാമൻ സെൽഡൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു വർക്കിലുള്ള, അതായത് എ തിയറി റീഡർ എന്ന് പറയുന്ന വർക്കിൽ കൊടുത്തിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് ആണ് കേട്ടോ. അതായത് ദർ ആർ 2 മീനിങ്സ് ഓഫ് വേർഡ് ഹിസ്റ്ററി. അപ്പോൾ ഹിസ്റ്ററിക്ക് 2 ടൈപ്പ് മീനിങ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് ദ ഇവൻറ്റ്സ് ഓഫ് ദി പാസ്റ്റ്, അതായത് പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഹിസ് സ്റ്റോറി, അതായത് പാസ്റ്റിൽ നടന്നിട്ടുണ്ടായിരുന്ന കഥകൾ അല്ലെങ്കിൽ കാര്യങ്ങളെ നമ്മൾ ഹിസ്റ്ററി എന്ന് പറയും. ടെല്ലിങ് എ സ്റ്റോറി അബൌട്ട് ദി ഇവൻറ്റ്സ് ഓഫ് ദി പാസ്റ്റ്, അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്നിട്ടുള്ള ഏതെങ്കിലും ഇവൻറ്റ്സിനെ കുറിച്ച് നമ്മൾ കഥ പോലെ പറയുക, അതിനെ നമുക്ക് എന്ത് പറയാം, ഹിസ്റ്ററി എന്ന് പറയാം. ഓക്കെ, മനസ്സിലായോ? അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ജാലിയൻ വാലാബാഗ് മസാക്കർ, അത് ആ ഒരു ഇവൻറ്റിനെ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അങ്ങനെ ഒരു ഇവൻറ്റ് നടന്നു, ആ നടന്ന കാര്യം എന്താണ്, പാസ്റ്റ് ഹിസ്റ്ററിയാണ്. ഇനി നമ്മൾ ആ ഇവൻറ്റ് കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല, ആൻഡ് വേറൊരാൾ നമുക്ക് ആ ഒരു ഇവൻറ്റിനെ കുറിച്ച് സ്റ്റോറി പോലെ പറഞ്ഞു തരികയാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും, ഹിസ്റ്ററി എന്ന് പറയുന്നുണ്ട്. സോ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് തോട്ട് makes it clear that history is always narrator, therefore the first sense is problematic. അപ്പം സ്ട്രക്ചറലിസ്റ്റുകൾ പറയുന്നത് എന്താണ്, പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് പറയുന്നത് എന്താണ്, ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് നെറേറ്റഡ്. ഇറ്റ് ഈസ് ഓൾവേസ് നെറേറ്റഡ് ആൻഡ് ദ പാസ്റ്റ് ക്യാൻ ബി നെവർ അവൈലബിൾ ടു അസ് ഇൻ പ്യുവർ ഫോം ബട്ട് ഓൾവേസ് ഇൻ ദ ഫോം ഓഫ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് പറയുന്ന പ്രകാരമാണ് എങ്കിൽ നമ്മൾ ഹിസ്റ്ററിക്ക് കൊടുത്ത ഫസ്റ്റ് ഡെഫിനിഷൻ ഉണ്ടല്ലോ, ഇവൻറ്റ്സ് ഓഫ് ദി പാസ്റ്റ്, അത് എന്താണ് അവിടെ പ്രോബ്ലമാറ്റിക് ആണ്. കാരണം പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് പറയുന്നത് എന്താണ്, ഹിസ്റ്ററി എന്ന് പറയുന്നത് നെറേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഇവൻറ്റിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഹിസ്റ്ററി ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. ബട്ട് ദ ഇവൻറ്റ്സ് ടെല്ലിങ് എ സ്റ്റോറി അബൌട്ട് ദി ഇവൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പം അതിൽ സെക്കൻഡായിട്ടുള്ള ആർഗ്യുമെൻ്റാണ് അതിൽ കുറച്ചും കൂടി പോസ്റ്റ് സ്ട്രക്ചറലിസം സപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് പിന്നെ നമുക്ക് പറയുന്നുണ്ട് പാസ്റ്റ് ക്യാൻ നെവർ ബി അവൈലബിൾ ടു അസ് ഇൻ എ പ്യുവർ ഫോം. അപ്പം നമുക്ക് പാസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ എവിടെന്നെങ്കിലും ചോദിച്ചറിയുകയാണെങ്കിൽ അതിൻ്റെ പ്യുവർ ഫോമിൽ നമുക്ക് നെറേറ്റ് ചെയ്ത് തരിക എന്ന് പറയണത് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്. നമുക്കൊരിക്കലും ഒരു വ്യക്തി വേറൊരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു തരികയാണ്, അല്ലെങ്കിൽ വേറൊരാളുടെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ ആ പ്യുവർ ഫോമിൽ നമുക്കൊരിക്കലും ആ നെറേറ്റ് ചെയ്യുന്ന ആളെ കയ്യിൽ നിന്ന് അതിനെക്കുറിച്ചുള്ളൊരു ഹിസ്റ്ററി നമുക്ക് കിട്ടൂല. പക്ഷെ എങ്ങനെയായിരിക്കും, പ്യുവർ ഫോം അല്ലെങ്കിലും എങ്ങനെയായിരിക്കും നമ്മൾക്കത് ആ ഒരു ഹിസ്റ്ററിനെ കുറിച്ച് കിട്ടുക, റെപ്രസെൻറ്റേഷൻസ് ആയിരിക്കും അല്ലേ, കുറേ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഇവൻറ്റിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ആൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. പ്യുവർ ഫോം കിട്ടില്ല, ഫോം ഓഫ് റെപ്രസെൻറ്റേഷനിലാണ് നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്നത്. ആൻഡ് ആഫ്റ്റർ പോസ്റ്റ് സ്ട്രക്ചറലിസം ഹിസ്റ്ററി ബിക്കംസ് ടെക്സ്ച്വലൈസ്ഡ്. അപ്പം പോസ്റ്റ് സ്ട്രക്ചറലിസം എന്ന് പറയുന്ന തിയറിയിലൂടെ ഒരുപാട് സ്റ്റഡീസ് നടത്തിയതിന് ശേഷം പിന്നെ എന്തായി, ഹിസ്റ്ററി എന്ന് പറയുന്നത് ടെക്സ്ച്വലൈസ്ഡ് ആയിട്ട് മാറി എന്നാണ് പറയുന്നത്. ഈ നെക്സ്റ്റ് പോയിന്റ് വരുന്നത്, ഹിസ്റ്റോറിക്കൽ പീരിയഡ്സ് ആർ നോട്ട് യൂണിഫൈഡ് എൻറ്റൈറ്റീസ്. There is no single history, only discontinuous and contradictory histories. There was no single Elizabethan worldview. The idea of uniform and harmonious culture is a myth imposed on history and propagated by the ruling classes in their own interest. ആൻഡ് അതായത് ഹിസ്റ്റോറിക്കൽ പീരിയഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂണിഫൈഡ്. അതെന്താ, ഒരു യൂണിഫോമിറ്റി ഉള്ള ഒരു സംഭവമൊന്നുമല്ല ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ. ദർ ഈസ് നോ സിംഗിൾ ഹിസ്റ്ററി അല്ലേ. നമുക്കറിയാം, നമ്മൾ എന്തൊരു കാര്യത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിലും ഇപ്പം എന്താ പറയുക, ഓരോ ഇവൻറ്റ്സിനും വേറെ വേറെ ഹിസ്റ്ററിയാണുള്ളത്. എല്ലാത്തിനും കൂടി ഒരു സിംഗിൾ ഹിസ്റ്ററി ആയിട്ട് നമുക്കൊന്നും കിട്ടൂല. അവിടെ എന്താ ഉള്ളത്, കുറേ ഡിസ്കണ്ടിന്യൂസും അതുപോലെ കോൺട്രാഡിക്ഷൻ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ എക്സാമ്പിളായിട്ട് തന്നിട്ടുള്ളത് ദർ വാസ് നോ സിംഗിൾ എലിസബത്തൻ വേൾഡ് വ്യൂ. അതായത് നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുകയാണെന്ന് വിചാരിക്കും, എലിസബത്തൻ പീരിയഡിനെ കുറിച്ച് നമ്മൾ ലിറ്ററേച്ചറിൽ പഠിക്കുകയാണ്. നമ്മൾ സെർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ തന്നെ ആവില്ല, നമ്മൾ കണ്ടെത്തുന്ന ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആവില്ല വേറൊരാൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് എഴുതുന്നത് അല്ലെങ്കിൽ വേറൊരാൾ കണ്ടെത്തുന്നത്. അപ്പം
ഓരോ റിസർച്ചേഴ്സിനും അല്ലെങ്കിൽ ഓരോ സ്കോളേഴ്സിനും അവരുടേതായിട്ടുള്ള ഹിസ്റ്ററീസാണുള്ളത്. ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് അവരുടേതായിട്ടുള്ള ഹിസ്റ്ററീസും അവരുടേതായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളുമാണ് ഉള്ളത്. അപ്പം നമുക്ക് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു യൂണിഫോമിറ്റി അല്ലെങ്കിൽ വളരെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നൊരു സംഭവമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹിസ്റ്ററിനെ പരിഗണിക്കാൻ പറ്റില്ല. Then third point, historians can no longer claim that their study of the past is detached and objective. We cannot transcend our own historical situation. The past is not something which confronts us as if it were a physical object, but is something we construct from already written text of all kinds which we construe the line with our particular historical concerns. അപ്പം ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുകയൊന്നുമല്ലല്ലോ. ഇപ്പം നമ്മളിപ്പോൾ ഹിസ്റ്ററിയിൽ ഒരു റിസർച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരിട്ട് ആ സ്ഥലം സന്ദർശിച്ച് ആ പഴയ കാര്യങ്ങൾ ചകഞ്ഞ് കൂട്ടിയെടുക്കണമല്ല. ബട്ട് നമ്മൾ ഹിസ്റ്ററി എങ്ങനെ പഠിക്കേണ്ടത്? ബുക്സിലൂടെ, അതായത് ഒരാൾ എഴുതി വെച്ചിട്ടുള്ള, ഓൾറെഡി ടെക്സ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഴുതപ്പെട്ടിട്ടുള്ള ബുക്സിൽ നിന്നാണ് നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വി കനോട്ട് ട്രാൻസെൻഡ് അവർ ഓൺ ഹിസ്റ്ററിക്കൽ സിറ്റുവേഷൻ. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഹിസ്റ്ററിക്കൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഹിസ്റ്ററിക്കലായിട്ടുള്ള സ്റ്റോറീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ മറ്റുള്ളവർ എഴുതി വെച്ചതിൽ നിന്നാണ് നമ്മൾ ഹിസ്റ്ററിയെക്കുറിച്ച് പഠിക്കുന്നത്. സോ ദിസ് ഈസ് വാട്ട് ഈസ് ദി പ്രസൻറ്റ് സിറ്റുവേഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡി ആൻഡ് ന്യൂ ഹിസ്റ്റോറിസിസം. ഓക്കെ, അപ്പോൾ ഇതാണ് ന്യൂ ഹിസ്റ്റോറിസിസം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അത് നിങ്ങളൊരു ഓവറോൾ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കാം. ഇനി നമ്മൾ കൾച്ചറൽ മെറ്റീരിയലിസത്തിലേക്ക് കടക്കണം. അപ്പം ഇതിൽ നിന്ന് അങ്ങനെ അധികം ഒരുപാട് ക്വസ്റ്റ്യൻസൊന്നും അങ്ങനെ ചോദിക്കാറില്ല ഈ ഒരു ഏരിയയിൽ നിന്ന്. കൂടുതലും വരാറുള്ളത് നമ്മൾ ഫസ്റ്റ് പഠിച്ച കൊളോണിയലിസം, അതുപോലെ ഫെമിനിസം, പിന്നെ ഇക്കോ ക്രിറ്റിസിസം, അതിൽ നിന്നൊക്കെയാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഈ കൾച്ചറൽ മെറ്റീരിയലിസം അങ്ങനെ വല്ലാണ്ട് വരാറില്ല. പോസ്റ്റ് സെക്ച്വലിസം, സ്ട്രക്ചറലിസം ഇതിൽ നിന്നൊക്കെ വരും. ബട്ട് ഇറ്റ്സ് ഓക്കെ. ബട്ട് നിങ്ങൾ ഈ ടോപ്പിക്കിനെ കുറിച്ച് ജസ്റ്റ് ഒരു അവയർനെസ് ഉണ്ടാക്കി വെച്ചോളൂ. ഓക്കെ, സോ കൾച്ചറൽ മെറ്റീരിയലിസം ഈസ് എ ടേം കോയിൻഡ് ബൈ റെയ്മണ്ട് വില്യംസ്, ഈസ് എ പൊളിറ്റിസൈസ്ഡ് ഫോം ഓഫ് ഹിസ്റ്റോറിയോഗ്രഫി അക്കോർഡിംഗ് ടു ഗ്രഹാം ഹോൾഡേഴ്സൺ. അപ്പോൾ ഗ്രഹാം ഹോൾഡേഴ്സിന് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു ടേം കൾച്ചറൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്ത ആരാണ്? റെയ്മണ്ട് വില്യംസ് ആണ്. ഓക്കെ, അപ്പം ഇതെന്താണ്? ഒരു പൊളിറ്റിസൈസ്ഡ് ഫോം ഓഫ് ഹിസ്റ്റോറിയോഗ്രഫിയാണ്. അതായത് നമ്മൾ ഹിസ്റ്റോറിയോഗ്രഫി എന്താണെന്ന് പഠിച്ചു, അതായത് ന്യൂ ഹിസ്റ്റോറിസിസം എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഇതിനെ ഒന്നും കൂടി പൊളിറ്റിസൈസ്ഡ് ചെയ്തിട്ടുള്ള ഒരു ഫോമിനെയാണ് നമ്മൾ കൾച്ചറൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ക്രിട്ടിക്കൽ അപ്രോച്ച് വിത്ത് തിയററ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് ഓൾമോസ്റ്റ് സിമിലർ ടു ദോസ് ഓഫ് ന്യൂ ഹിസ്റ്റോറിസിസം കറൻറ്റ് ഇൻ ബ്രിട്ടൻ ഡ്യൂറിങ് the late 1970s and 1980s with an implicit Marxist foundation. അപ്പം ഈ ഒരു കൾച്ചറൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത് ഇതും എന്താണ്? ഒരു ക്രിട്ടിക്കൽ അപ്രോച്ച് തന്നെയാണ്. ഓൾമോസ്റ്റ് സിമിലർ ടു ന്യൂ ഹിസ്റ്റോറിസിസമായിട്ട് കുറേ കണക്റ്റഡ് ആണ്. ആൻഡ് ഇത് 1970s ആൻഡ് 80s ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളതും പിന്നെ ഒരു മാർക്സിസ്റ്റ് ഫൗണ്ടേഷൻ കൊണ്ടുവന്നിട്ടുള്ളതും ഈ ഒരു കൾച്ചറൽ മെറ്റീരിയലിസം ആയിരുന്നു. ഓക്കെ, so the central thesis in cultural materialism is the postulation that whatever the textuality of history, a culture and its literary product are always conditioned by the real material forces and relations of production in the historical era, reminding one of the base of superstructure divide of classical Marxism. അതായത് കൾച്ചറൽ മെറ്റീരിയലിസത്തിൽ പറയുന്നത് എന്താണ്? ടെക്സ്ച്വാലിറ്റി, അതായത് ഒരു ഹിസ്റ്ററിയുടെ ടെക്സ്ച്വാലിറ്റി എന്തോ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, കൾച്ചർ എന്ന് പറയുന്നത് കൾച്ചർ ആൻഡ് ഇറ്റ്സ് ലിറ്റററി പ്രൊഡക്റ്റ് ആർ ഓൾവേസ് കണ്ടീഷൻഡ് ബൈ ദ റിയൽ മെറ്റീരിയൽ ഫോഴ്സസ് ആൻഡ് റിലേഷൻഷിപ്പ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിൻ്റെ കൾച്ചർ അല്ലെങ്കിൽ ലിറ്റററി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് കണ്ടീഷൻഡ് ബൈ ദി റിയൽ മെറ്റീരിയൽ. അതായത് ആ ഒരു കാലഘട്ടത്തിലെ ഹിസ്റ്റോറിക്കൽ ഇറയായിട്ടുള്ള അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള സോഷ്യൽ കണ്ടീഷനായിട്ടുള്ള റിലേഷൻഷിപ്പ് എപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ ഒരു ടെക്സ്റ്റുവാലിറ്റീനെ കണ്ടീഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഈ ഒരു ലിറ്റററി ടെക്സ്റ്റിനെ കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതായത് കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഏതൊരു വർക്ക് എഴുതുമ്പോഴും ആ ഒരു വർക്കിലെ അല്ലെങ്കിൽ ആ വർക്ക് എഴുതുന്ന വ്യക്തി ജീവിച്ചിരിക്കുന്ന കാലഘട്ടവുമായിട്ട് ആ ഒരു വർക്ക്
ബുക്ക് വളരെ കണക്റ്റഡ് ആയിരിക്കും. അതിലുള്ള മീനിങ്ങും അതിലെ ക്യാരക്ടേഴ്സും അതിലെ പൊളിറ്റിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ഒരു കാലഘട്ടവുമായിട്ട് ക്ലോസ്ലി കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ റെയ്മണ്ട് വില്യംസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹി ആർഗ്യൂസ് ഇൻ പ്രോബ്ലംസ് ഇൻ മെറ്റീരിയലിസം ആൻഡ് കൾച്ചർ, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു വർക്കാണ് കേട്ടോ, പ്രോബ്ലംസ് ഇൻ മെറ്റീരിയലിസം ആൻഡ് കൾച്ചർ, ദാറ്റ് ദോ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ മേ ഹാവ് ക്വൈറ്റ് സ്പെസിഫിക് ഫീച്ചേഴ്സ് ആസ് practices they cannot be separated from the general social processes of a society. അതായത് ഇപ്പം നമ്മൾ കാണുന്ന ലിറ്ററേച്ചറും ആർട്ടും ഒക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇറ്റ് കനോട്ട് ബി സെപ്പറേറ്റഡ് ഫ്രം ദി ജനറൽ സോഷ്യൽ പ്രോസസ്സ് ഓഫ് സൊസൈറ്റി. അത് നമ്മുടെ സൊസൈറ്റിയുടെ ജനറൽ പ്രോസസ്സായിട്ടുള്ള അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടല്ലോ സൊസൈറ്റിക്ക്, അതിൽ നിന്ന് ഒരിക്കലും ഈ ഒരു വർക്കിനെ അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ലിറ്ററേച്ചറിനെ ആർട്ടിനെ ഒന്നും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയണത്. ഐ മീൻ നമ്മൾ ചെയ്യുന്ന ആർട്ട് വർക്കിലും അതുപോലെ തന്നെ ഈ ലിറ്ററേച്ചറിലൊക്കെ ആ സോഷ്യൽ കണ്ടീഷൻ അല്ലെങ്കിൽ പിന്നെ ആ ടൈമിൽ ഉണ്ടാവുന്ന സോഷ്യലി ആയിട്ടുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യും, ആ ലിറ്ററേച്ചറിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. And he develops this insight from a broadly Marxist perspective from Marxism and literature to argue that no dominant social order and therefore no dominant culture ever in reality includes or exhausts all human practice, human energy and human intention. അതായത് ഈ ഒരു ഇൻസൈറ്റ് അല്ലെങ്കിൽ നമ്മളിപ്പം ഈ കൾച്ചറിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഈ ഒരു ഇൻസൈറ്റ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് മാർക്സിസ്റ്റ് പേഴ്സ്പെക്റ്റീവിലാണ്. അതായത് അദ്ദേഹം പറയുന്നത് അവിടെ സൊസൈറ്റിയിൽ ഒരു ഡൊമിനൻറ്റ് സോഷ്യൽ ഓർഡർ ഇല്ല. ഓക്കെ, ഒരു ഡൊമിനൻ്റ് ആയിട്ടുള്ള സോഷ്യൽ ഓർഡറോ അല്ലെങ്കിൽ ഒരു ഡൊമിനൻ്റ് പവറോ അല്ലെങ്കിൽ ഒരു ഡൊമിനൻ്റ് കൾച്ചറോ നമുക്ക് എവിടെ കാണാൻ പറ്റില്ല, സൊസൈറ്റിയിൽ ആക്ച്വലി ഇല്ല. കാരണം മാർക്സിസത്തിൽ അങ്ങനെയാണ് പറയുന്നത്. കാരണം അവിടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ബൂർഷ്വാസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ല, ഡൊമിനൻ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ല, അവിടെ എല്ലാവരും ഈക്വലാണ്. ഓക്കെ, so to understand cultural materialism one must understand its differences from new historicism. അപ്പോൾ ന്യൂ ഹിസ്റ്റോറിസിസം കൾച്ചറൽ മെറ്റീരിയലിസം തമ്മിൽ ഡിഫറൻസ് അറിഞ്ഞാലേ എന്താണ് കൾച്ചറൽ മെറ്റീരിയലിസം എന്ന് നമുക്ക് കുറച്ചുകൂടി അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ പീറ്റർ ബാരി ഇൻ ബിഗിനിങ് തിയറി ഒബ്സർവ്സ് 3 areas of difference in attitude in theory and in practice. അതായത് ഈ ഒരു ഡിഫറൻസ് 3 തിരിച്ചിട്ടുണ്ട്. അത് പീറ്റർ ബാരിയുടെ ബിഗിനിങ് തിയറിയിലാണ് പറയുന്നത്. അത് ഫസ്റ്റ് വൺ ഈസ് ഇൻ ആറ്റിറ്റ്യൂഡ്, സെക്കൻഡ് വൺ ഈസ് തിയറി, തേർഡ് വൺ ഈസ് പ്രാക്ടീസ്. ദ കൾച്ചറൽ മെറ്റീരിയലിസ്റ്റ് ആർ പൊളിറ്റിക്കലി ഒപ്റ്റിമിസ്റ്റ് വെൻ ദേ ബിലീവ് ദാറ്റ് മെൻ ആൻഡ് വിമൻ മേക്ക് ദെയർ ഓൺ ഹിസ്റ്ററി ബട്ട് നോട്ട് ഇൻ കണ്ടീഷൻസ് ഓഫ് ദെയർ ഓൺ ചൂസിങ്. അതായത് കൾച്ചറൽ മെറ്റീരിയലിസ്റ്റ് തിയറിസ്റ്റുകൾ ഉണ്ടാവുമല്ലോ, അവർ ദേ ആർ പൊളിറ്റിക്കലി ഒപ്റ്റിമിസ്റ്റിക് ആൻഡ് ദേ ബിലീവ് മെൻ ആൻഡ് വിമൻ മേക്ക് ദെയർ ഓൺ ഹിസ്റ്ററി ബട്ട് നോട്ട് ഇൻ കണ്ടീഷൻസ് ഓഫ് ദെയർ ഓൺ ചൂസിങ്. അതായത് എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, മേക്ക് ദെയർ ഓൺ ഹിസ്റ്ററി, പക്ഷെ അത് ആ കണ്ടീഷൻസിന് അല്ലെങ്കിൽ നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ ഇത് ചൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നൊരു കാര്യമല്ല. ഓക്കെ, അപ്പോൾ ഈ ഹിസ്റ്ററിയുടെ കാര്യത്തിൽ പിന്നെ കൾച്ചറൽ മെറ്റീരിയലിസ്റ്റുകൾ എങ്ങനെയാണ്, അവർ ഒപ്റ്റിമിസ്റ്റിക് ആണ്. ന്യൂ ഹിസ്റ്റോറിസ്റ്റുകൾ എങ്ങനെയാണ്, പെസിമിസ്റ്റിക് ആണ്. അവർ പറയുന്നത് എന്താ വെച്ചാൽ ഹിസ്റ്ററി സിറ്റുവേറ്റഡ് ഇൻ പവർ ഓഫ് സോഷ്യൽ ആൻഡ് ഐഡിയോളജിക്കൽ സ്ട്രക്ചർ. അപ്പോൾ അതായത് സൊസൈറ്റിയുടെ പവറിലും അതുപോലെ ഐഡിയോളജിക്കൽ സ്ട്രക്ചറിലുമാണ് പിന്നെ ഹിസ്റ്ററി ഉള്ളതെന്നാണ് ആര് പറയുന്നത്, ന്യൂ ഹിസ്റ്റോറിസ്റ്റുകൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഇൻ ഷോർട്ട് ദ ന്യൂ ഹിസ്റ്റോറിസിസ്റ്റ് സിറ്റുവേറ്റ് ദ ലിറ്റററി ടെക്സ്റ്റ് ഇൻ ദി പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഓഫ് ഇറ്റ്സ് ഓൺ ഡേ. അതായത് നമ്മൾ ലിറ്റററി ടെക്സ്റ്റിലൂടെയാണ് അവർ ഹിസ്റ്റോറിസിസത്തെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നത്. പക്ഷേ കൾച്ചറൽ മെറ്റീരിയലിസ്റ്റ് എന്ത് ചെയ്യുന്നത്, സിറ്റുവേറ്റ്സ് ഇറ്റ് വിത്തിൻ ദാറ്റ് ഓഫ് അവേഴ്സ്. സോഷ്യലി ആയിട്ടുള്ള കാര്യങ്ങളിലാണ് അവരെന്ത് ചെയ്യുന്നത്, കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, കൾച്ചറൽ മെറ്റീരിയലിസ്റ്റുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്.